രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. എന്റെ ഒരു ഹോട്ട് സീറ്റിന് കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? കൊണ്ട് എന്നെ വിളിക്കണ്ട. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഞാൻ ആശം തല്ലിയതോ? ആശി വേറെ പെണ്ണിന്റെ കൂടെ പോയത്. അത് ശരി. അപ്പൊ അതാണ് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. നിങ്ങളുടെ ഇത്രയും ക്രൂരമായ രീതിയിൽ പുള്ളിയെ തള്ളി താഴെയിടാനായിട്ട്, അല്ലെ തള്ളി താഴെയിടാൻ അല്ലെങ്കിൽ അടിച്ച് താഴെയിടാൻ മാത്രം വലിയ ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ആശിനെ ആ അടിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് അടിച്ചതല്ല. ഞാൻ ആശിനെ കടിക്കുക ചെയ്തത്. എന്നാലും തന്നോട് ചെയ്തല്ലോ. എന്നെ നോയിച്ചോ ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ എന്താണ് ഇത്ര പറയാനുള്ളത്? ഇയാളെ ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇതൊരു നടക്ക് പോണ കേസല്ല. ഞാൻ ഒരു കാര്യം പറ്റേ, ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നെസ് വാരി വിതറാനല്ല, നിങ്ങൾ ഇവിടെ ഒന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കും. ഇത് ഹോട്ട് സീറ്റ് ആണ്. അല്ല അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും. തല്ലാനിത്തിരി പൊളിക്കും. അല്ല ഒരു മിനിറ്റ് ഞാൻ കണ്ടേ. ഞാൻ ആശയല്ല. പിന്നെ നാണക്കെടുത്ത്